സംസ്ഥാനത്ത് വീണ്ടും ടിടിഎക്ക് നേരെ ആക്രമണം. ചെന്നൈ മെയിലിൽ വനിതാ ടിടിഎ കയ്യേറ്റം ചെയ്തു. ടിടിഎ ആർദ്ര അനിൽകുമാറാണ് ആക്രമണത്തിനിരയായത്. പ്രതി മധുസൂദനൻ നായരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം തന്നെ ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിലും ടിടിമാർക്ക് നേരെ ആക്രമണമുണ്ടായി. കഞ്ചാവുമായി യാത്ര ചെയ്ത പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു മർദ്ദനം. ഇന്നലെ മംഗലാപുരത്ത് നിന്ന് പാലക്കാടേക്ക് വരുന്ന വഴിക്ക് വടകര കഴിഞ്ഞപ്പോ ആളുടെ ടിക്കറ്റ് ഏതാന്നറിയില്ല, റിസർവേഷൻ ഇരിക്കുവായിരുന്നു. ആളോട് എണീറ്റ് മാറാൻ പറഞ്ഞിട്ടും മാറിയില്ല. അപ്പൊ അവിടുത്തെ പാസഞ്ചർ വന്നിട്ടും ആൾ അവിടുന്ന് എണീറ്റില്ല. ലാസ്റ്റ് ആളെ എണീറ്റിച്ചപ്പോഴത്തേനും ആള് എന്നെ ഒന്ന് തള്ളി. അപ്പൊ പിന്നെ ഞാൻ RPF ഇൻഫോം ചെയ്തിട്ട് ആളെ കാലിക്കറ്റ് RPFന് ഹാൻഡ് ഓവർ ചെയ്തു. വിവരങ്ങളുമായി ആദ്യം ദിസ്നയിലേക്ക്. ദിസ്ന, വനിതാ ടിടിക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. മധുസൂദനൻ നായരാണ് ഇതുമായി ഈ ഒരു സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഈ യാത്ര, ഈ ഒരു മർദ്ദനവുമായി ബന്ധപ്പെട്ട, കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ജനം ടിവിയോട് പറഞ്ഞിരിക്കുന്നത്? സംസ്ഥാനത്ത് അല്ലെങ്കിൽ ടിടിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയായി മാറുന്ന സംഭവമാണുള്ളത്. ഇന്നലെ വടകരയിൽ എത്തുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം, അതായത് ഒരു വനിതാ ടിടിക്ക് നേരെ ഇത്തരത്തിലൊരു യാത്രക്കാരന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ചെന്നൈ മെയിലിൽ വെച്ചാണ് ഈ വനിതാ ടിടിയെ കയ്യേറ്റം ചെയ്യുന്നത്. ടിക്കറ്റ് എവിടെ എന്ന ചോദ്യമാണ് യാത്രക്കാരനെ പ്രകോപിതനാക്കിയത്. തുടർന്ന് യാത്രക്കാരൻ വനിതാ ടിടിയെ പിടിച്ച് പുറത്തേക്ക് തള്ളിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് വടകര എത്തിയപ്പോൾ ഇവർ RPFന് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. പ്രതി മധുസൂദനൻ നായരാണ്. ഇന്നലെ രാത്രി മംഗളൂരുവിൽ നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ചെന്നൈ മെയിലിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. നമ്മൾ ആർദ്ര ടിടിയുടെ ശബ്ദ സന്ദേശം തന്നെയാണ് ഇപ്പോൾ നിലവിൽ കേട്ടത്. ആ സന്ദേശത്തിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട് തന്നെ പിടിച്ചു തള്ളുകയായിരുന്നു എന്ന്. എന്തായാലും അല്പസമയത്തിനകം ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ പ്രതി ആൻഡമാൻ സ്വദേശിയാണ്. സുധീഷ് ഗോപാൽ ചിരികയാണ്. സുധീഷ്, ഈ കഞ്ചാവുമായി യാത്ര ചെയ്ത 2 യാത്രക്കാരെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ടിടിമാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ടിടിമാരുടെ പരാതിയിൽ ഇപ്പോൾ ഈ 2 പേരും കസ്റ്റഡിയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിലാണ് സംഭവം. കൊല്ലം സ്വദേശിയായ അശ്വിൻ, അതോടൊപ്പം തന്നെ പൊന്നാനി സ്വദേശിയെ ആശിക്കുന്ന സുഹൃത്ത്, ഇവർ 2 പേരാണ് പിടിയിലായത്. ഇത് ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടാകുന്നത്. ആദ്യം ടിക്കറ്റ് എടുക്കാത്തത് ചോദ്യം ചെയ്യുന്നതിനിടെ ടിടിയെ തള്ളി മാറ്റുകയും ഇവർ അടുത്തുള്ള ശൗചാലയത്തിൽ കയറി ഓടിയിരിക്കുകയുമായിരുന്നു. ഇവര് പിന്തുടർന്നെത്തിയതോടുകൂടി വീണ്ടും ആക്രമിക്കുകയും ഇതിനിടയിലാണ് ഇവരിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തത്. 2 പേരെയും പിടികൂടി ഇപ്പോൾ റെയിൽവേ പോലീസിനെ എറണാകുളം നോർത്തിൽ എത്തിച്ചിരുന്നു. അവിടെ നിന്നും മറ്റു നടപടികൾക്കായി ഇവരെ വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങളും നടത്തുന്നതിനായി ഇപ്പോൾ കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിരന്തരം ഇത്തരത്തിൽ അക്രമങ്ങൾ ടിടിമാർക്ക് നേരെ ഉണ്ടാവുന്നതിൽ വലിയ പ്രതിഷേധമാണ് ടിടിമാരും അറിയിക്കുന്നത്. ഇവർ പ്രധാനമായും പറയുന്നത് കൂടുതൽ റെയിൽവേ പോലീസിനെ ട്രെയിനുകളിൽ നിയോഗിക്കണമെന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. തിരക്കുള്ള നിരവധി ട്രെയിനുകളിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ടിടിമാർക്ക് ഉണ്ടാവുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. എന്ത് തന്നെയായാലും കഴിഞ്ഞ 3 ദിവസത്തിനിടെ ഉണ്ടാകുന്ന 3ാമത്തെ ആക്രമണമാണിത്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നതും. KP സുരേഷ്. സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.